ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇതുവരെ IT ലെവലിൽ ഇലക്ട്രിക്കൽ എക്സാംസിന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മൊഡ്യൂൾ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. മൊഡ്യൂൾ 1ന്റെ പാർട്ട് 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2ന്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മൊഡ്യൂൾ 2ന്റെ പാർട്ട് 1. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ് മൊഡ്യൂൾ 10 വരെ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാര്യം നോക്കിയിട്ട് നമുക്ക് എന്താ വീണ്ടും മൊഡ്യൂൾ 1ന്റെ പാർട്ട് 2 അതേപോലെ വീണ്ടും അത് മൊഡ്യൂൾ 10 വരെ പാർട്ട് 2 എന്ന രീതിയിൽ കംപ്ലീറ്റ് ആകാം. പിന്നെ മൊഡ്യൂൾ 3ന്റെ പാർട്ട് 3 പിന്നെ പാർട്ട് 3 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ മൊഡ്യൂൾ 2ല് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ മൊഡ്യൂൾ നമ്മൾ 89 ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസിൽ നമ്മൾ കൗണ്ട് കുറവായിരുന്നു എന്ന രീതിയിൽ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 55 നമ്മൾ 89 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓംസ് ലോ, റെസിസ്റ്റൻസ്, സെൽസ് ആൻഡ് ബാറ്ററീസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഇലക്ട്രോളിസിസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ്. ഇൻ ഇലക്ട്രോളിസിസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ്. ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ആനോഡ് ആണല്ലേ. ഓക്കെ, ആനോഡ് ആണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ഉണ്ടാവുക. ഇൻ ഇലക്ട്രോളിസിസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് ആനോഡ്. ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വരുന്നതാണല്ലേ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, which of the following effects of electric current is utilized for the electroplating? ഏതാണ്? കെമിക്കൽ എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രോപ്ലേറ്റിംഗിൽ നമ്മൾ എന്താ ഇവിടെ കെമിക്കൽ എഫക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The electrochemical equivalent of a metal is 1003033. How much current is required to deposit 1 gram of metal in 1 hour? ഇതിൽ നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്കറിയാം എം എന്ന് പറയുന്നത് എന്താ? ZIT ആണെന്ന് നമുക്ക് അവിടെ അറിയാം അല്ലെ. അപ്പൊ അതിന് ഐ ആണ് കണ്ടിട്ടുള്ളത്. ഐ സത്യം പോയിട്ട് M/ZT അല്ലെ. വാല്യൂസ് ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എം എത്ര? 1. സെഡ് എത്ര വന്നിട്ടുണ്ട്? 0.00033 അല്ലെ. പിന്നെയോ ടൈം 1 അവർ തന്നേക്കുന്നത്. അതിന് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോ 60 × 60. അപ്പൊ ഇത് ചെയ്യാം. ഓക്കെ, ഇത് കാൽക്കുലേഷൻ കുറച്ച് ഇതാണ്. പക്ഷെ നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഈ 6636 1/3 എന്ന് പറയുന്നത് എന്താ? 0.333 സംതിങ് ആണ് അല്ലെ. 1/3 അല്ലെങ്കിൽ 1/0.33 എന്ന് പറഞ്ഞാൽ അത്ര 3 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ 3000 വരുന്നുണ്ടാവും. ഓവറോൾ നോക്കുമ്പോൾ അവിടെ 3000/3600 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. 1/0.33 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. ബാക്കി 3 പൂജ്യം താഴെയുള്ളത് മുകളിലേക്ക് പോവുക. 3000/3600 10/12 അല്ലെ. അപ്പൊ 5/6. 5/6 എന്ന് പറയുമ്പോൾ എത്ര വരും? 5/6 50/6 8×6 = 48 20 0.83 സംതിങ് വരും. അപ്പൊ 0.84 ആണ് കറക്റ്റ്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ കാൽക്കുലേഷൻ സ്കിൽ ഉപയോഗിക്കുക. 1/0.33 ഇൻറ്റു 10⁻³ ഇൻറ്റു 60 ഇൻറ്റു 60. ഓക്കെ, 1/0.33 എന്ന് പറഞ്ഞാൽ എത്ര? 3 ആണ്. പിന്നെ മുകളിലേക്ക് 10³ ബാക്കി എത്ര? 6636 3600. ഈ ഒരു രീതിയിലേക്കുള്ള എന്താ വേണ്ട അപ്രോച്ചിലേക്ക് പോവാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇത് എന്താ പറയുക എങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് എന്താ കാൽക്കുലേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, കാൽക്കുലേഷൻ സ്പീഡും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു സീറോ? ഏതാണ്? കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ കെ വി എൽ ആണ്. കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? കെ സി എൽ ആണ്. കെ വി എൽ ആണ് കിർച്ചോഫ് സെക്കൻഡ് ലോ. അപ്പൊ ഇവിടെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാ? കെ സി എൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക? ജംഗ്ഷന് അല്ലെങ്കിൽ നോഡില്. കെ വി എല്ലോ ഒരു ക്ലോസ്ഡ് പാത്തിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ കെ സി എൽ ഇറ്റ് എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് ചാർജ്, സി ഫോർ ചാർജ്. കെ വി എൽ ഇറ്റ് എക്സ്പ്രസസ് കൺസർവേഷൻ ഓഫ് എനർജി. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയാം, I1, I2, I3. ഓക്കെ, ഇതിന്റെ റിലേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എങ്ങനെ വേണമെങ്കിൽ നമുക്കവിടെ ക്വസ്റ്റ്യൻസ് നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ദ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ കേസിൽ എന്ത് ഇൻക്രീസ് ചെയ്യും? അപ്പോ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദി ടെമ്പറേച്ചർ അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. 7 ആസ് പെർ ഓംസ് ലോ ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ എ. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓംസ് ലോ ഇ എം എഫ്, കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇ എം എഫ്, കറന്റ്, റെസിസ്റ്റൻസ്. വി ഇസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ, അല്ലെങ്കിൽ ആർ ഇസ് നത്തിങ് ബട്ട് വി ബൈ ഐ, അല്ലെങ്കിൽ ഐ ഇസ് നത്തിങ് ബട്ട് വി ബൈ ആർ. ഓക്കെ, ദ ഫോർമുല ടു ഫൈൻഡ് ദ കറന്റ് ആസ് പെർ ഓംസ് ലോ, ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ ആർ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കണ്ടല്ലേ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ അവർ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നതാണ്. ഇൻ ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ്, നമ്മൾ ഓംസ് ലോ പറയും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ. നിങ്ങളവിടെ ഡെഫിനേഷൻ പഠിക്കുന്ന അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല, അങ്ങനെയല്ല പഠിച്ചേക്കുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോഴെന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ദ ടെമ്പറേച്ചർ ഷുഡ് ബി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഒരു മിനിറ്റ്, നമ്മള് പെന്നിന്റെ ചെറിയൊരു പ്രശ്നം വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഓംസ് ലോ? എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ വെൻ ദ ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. കറക്റ്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അതർ കണ്ടീഷൻസ് എന്ന രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നോൺ ലീനിയർ ഡിവൈസസ് ലൈക്ക് ഡയോഡ്. കറക്റ്റ് ആണ്. ബോത്ത് 1 and 2. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ലീനിയർ ഡിവൈസസ്. അപ്പൊ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത 4 numbers of 12 volt and 80 ampere hour batteries are connected in series. Another 4 numbers of series connected 12 volt and 80 ampere hour are connected in parallel to the first set of series connected batteries. What is the effective voltage and ampere hour? ഒന്നുമില്ല, നമ്മൾ റെസിസ്റ്റർ ആകുമ്പോൾ എന്താ ചെയ്യുക? അതേപോലെ തന്നെ ചെയ്യാം. 4 എണ്ണം ഉണ്ട്, 12 വോൾട്ടുള്ള 4 എണ്ണം ഉണ്ട്. സീരീസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ 48 വോൾട്ട്. സീരീസ് ആകുമ്പോൾ സെയിം ആംപിയർ അവർ ആണ്. ഇതൊരു ബാറ്ററി, ഇതൊരു ബാറ്ററി. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. 48 വോൾട്ടും ഇതും 48 വോൾട്ട് അല്ലെ. അപ്പൊ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ പാരലാണ്. പാരലാകുമ്പോൾ എന്താ സംഭവിക്കുക? പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം തന്നെയാണ്. പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ 80 80 160. അപ്പൊ 48 വോൾട്ട് 160 ആംപിയർ ആവും. 12 ആൻസർ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, 4 12 വോൾട്ടിന്റെ ബാറ്ററീസ് ഉണ്ട് സീരീസ് ആയിട്ട്. അപ്പൊ 48 വോൾട്ടായി. 80 ആംപിയർ അവർ സീരീസ് ആകുമ്പോൾ സെയിം ആണ്. ഇതേപോലെ വേറെ എന്താ 12 വോൾട്ട് 80 ആംപിയർ ഉള്ള 4 സീരീസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് 48 വോൾട്ടും 80 ആംപിയർ അവറായി. ഇത് രണ്ടും എന്താ പാരലായിട്ട്. അപ്പൊ പാരലാകുമ്പോൾ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് എന്തെയും ആഡ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ബൾബിന്റെ ക്വസ്റ്റ്യൻ. 2 bulbs 200 watts and 100 watts both are rated 100 volt are connected into a series to a 200 volt DC supply. The total power consumed by this circuit is. ടോട്ടൽ പവർ കൺസ്യൂംഡ് ആണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ബൾബ് ഉണ്ട്, 2 ബൾബ് ഉണ്ട്. എത്ര? നമുക്ക് സർക്യൂട്ട് വരാം. 200 വാട്ട്സ് ആണ്.
ഇത് എത്ര 200 വാട്ട്സും ഇത് എത്ര 100 വാട്ട്സും. ഇത് 100 വാട്ട്, ഇത് 100 വാട്ട് അല്ലെ. ടോട്ടൽ പവർ കൺസ്യൂംഡ് എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ ടോട്ടൽ ഇത് R1 കണ്ടുപിടിക്കുക, ഇത് R2 കണ്ടുപിടിക്കുക, എന്നിട്ട് V²/R1 + R2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ R1 എങ്ങനെ കണ്ടുപിടിക്കാം? P എന്ന് പറഞ്ഞാൽ V²/R ആണ്. അപ്പൊ R എന്ന് പറഞ്ഞാൽ V²/P. അപ്പൊ 100, 200, 0 പോയി, ബാക്കി എത്ര? 50 Ω വന്നു. R2 അറിയാലോ, അതെ, 100 × 100/100, 100 Ω കിട്ടി. P എന്ന് പറഞ്ഞാൽ V², 200 × 200/150 എന്ന് പറഞ്ഞു വരും. 0 പോയി, ഇവിടെ 4, ഇവിടെ 3 വരും. 200/3, 200/3 ആണോ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 2 ബൾബ് 200 വാട്ട്സും 100 വാട്ട്സും 100 വാട്ടാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് 200 വാട്ട് സപ്ലൈക്ക്. പവർ കൺസ്യൂംഡ് 200 എന്ന് പറയുമ്പോൾ 100 ഉം 150 വന്നു. 4/3, സോറി 200/3 അല്ല, സോറി, ഇവിടെ 4 ഓൾറെഡി ഉണ്ടല്ലോ. 800/3 ആണ് വരിക അല്ലെ. അപ്പൊ 800/3 എന്ന് പറയുമ്പോൾ എന്തായാലും 250 × 3 ആകുമ്പോൾ 750. അപ്പൊ 250-നെക്കാട്ടിയും കൂടുതൽ. അപ്പൊ 266.67 കറക്റ്റ്. ഓക്കെ, കണ്ടില്ലേ ഇത്? ഈ ഒരു 4 എത്ര പെട്ടെന്നാണ് മറന്നുപോയത് നോക്കണം ഒന്ന്. കണ്ടില്ലേ, ഇവിടെ 4 കട്ട് ചെയ്തിട്ടാണ്, അത് മറന്നുപോയി. അപ്പൊ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, സൊല്യൂഷനിലേക്ക് എത്തുക. ഓക്കെ, ഇങ്ങനെ മറന്ന് പോകരുത്. ഇനി അടുത്ത് ദ കർവ് റെപ്രസെന്റിംഗ് ദ ഓംസ് ലോ ഈസ് ഒബ്വിയസ്ലി ലീനിയർ ആണ്. 15. A 220-volt heater is used on 1 watt supply. The heat produced by it will be 110 volt ആവുമ്പോൾ സ്വാഭാവികമായിട്ട് 1/4 ആവും അല്ലേ. സോറി, 1/4. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് in a closed electric circuit the applied voltage is equal to the sum of the voltage drop? കിർച്ചോഫ് സെക്കൻഡ് ലോ, ഇതാണ് KVL. കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ KCL ആണ്. The algebraic sum of current entering to the node should be equal to the algebraic sum of the current leaving അല്ലെ. അല്ലെങ്കിൽ സോറി, the algebraic sum of current, the sum of current entering to the node should be equal to the sum of current entering leaving the node. അല്ലെങ്കിൽ the algebraic sum of current leaving or entering should be equal to 0. algebraic sum എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനാവുള്ളൂ, അതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബെറ്റർ സം ഓഫ് എൻട്രിങ് കറന്റ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് ലീവിംഗ് കറന്റ്, അതാണ് KCL. KVL എന്ന് പറയുമ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, ഇവിടെ കിർച്ചോസ് വോൾട്ടേജ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ്? 5 സെൽസ് ഓഫ് 1.5 വോൾട്ട് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ നമ്മൾ എന്താ സെയിം ആണ്, 1.5 വോൾട്ടിനാണ് വരുന്നുണ്ടാവുക അല്ലെ, പാരലൽ കൺസെപ്റ്റ്. ഇതിനിപ്പം സീരീസ് ആണെന്ന് വിചാരിക്കാം. ഇതിപ്പം സീരീസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ 5 × 1.5 എത്ര വരും? 5 × 1.5 എന്ന് പറയുമ്പോൾ 7.5. ഓക്കെ. 8 carbon zinc cells are series have an output of. കാർബൺ സിങ്ക് സെൽസിന്റെ ഔട്ട്പുട്ട് വോൾട്ട് എത്രയാണെന്ന് എല്ലാവരും നോക്കായിട്ട് വരും. 1.5 വോൾട്ട് ആണ്. അപ്പൊ 8 എണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 × 1.5 എത്ര വരും? 8 40, ബാക്കി 4 12 വരും അല്ലെ. 12 വോൾട്ട്, സോറി, അതെ 12 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 50 number of dry cells each having 1.5 watt and inner resistance of 2 ohm. 2 ohm കേട്ടോ, are connected in series across a 40 ohm resistor. ചെറിയ ടൈപ്പിംഗ് എറർ ഉണ്ട്. കാൽക്കുലേറ്റ് ദി കറന്റ് ത്രൂ ദി റെസിസ്റ്റർ. എന്താ പറഞ്ഞിരിക്കുന്നത്? 50 numbers of dry cells each having 1.5 volt and inner resistance of 2 ohm are connected in series ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ
50 നമ്പേഴ്സ് ആണോ 5 നമ്പേഴ്സ് ആണോ? ഇനി നമുക്ക് അവിടെ ഓപ്ഷനിലേക്ക് ഓക്കെ 50 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ചെയ്ത് നോക്കാം. അപ്പൊ എത്ര വരിക? ടോട്ടൽ ഇ എം എഫ് പറയുമ്പോൾ 50 ഇൻറ്റു 1.5. 50 ഇൻറ്റു 1.5 75 വോൾട്ട് കിട്ടി. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര? 50 ഇൻറ്റു 2. 50 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 100 അല്ലെ? അപ്പോൾ ടോട്ടൽ കറണ്ട് ഐ എന്ന് പറയുമ്പോൾ 75/100 പ്ലസ് 40. 75/140. നൺ ഓഫ് ദീസ് ആണ് വരിക. എനിക്ക് നമ്മുടെ ടൈപ്പിംഗിൽ ചെറിയ അറിവുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് 0.2 ഓം ആയിട്ടൊന്ന് എടുത്തു നോക്കാം. ഓക്കെ 0.2 ഓം. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 100 ഓം ആയിരിക്കില്ല, 10 ഓം ആയിരിക്കും ഉണ്ടാവും. അപ്പൊ 10 പ്ലസ് 40 75/50 3/2 1.5 ആംബർ ഓപ്ഷൻ ഉണ്ട് അല്ലെ? അപ്പോൾ ഇതാണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെറിയ ടൈപ്പിംഗ് എററാണ്. 0.2 ഓം ആണ് കറക്റ്റ്. സോറി 0.2 ഓം ആണ്. 20 അല്ല 0.2, സോറി 2 അല്ല 0.2. ഓക്കെ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോറി 20ാമത്തെ ക്വസ്റ്റ്യൻ. 5 cells are connected in parallel combination with an EMF of 2 voltage. The output voltage is പാരലൽ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ ആകുമ്പോൾ എന്ത് സെയിം ആണ്. ഓപ്ഷൻ ഡി 2 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 10 cells each of EMF of 10 for 1.5 volt and resistance 1 ohm are connected are arranged in 2 rows of 5 cells each. Find the equivalent EMF of the EMF and inductor resistance. ഇതിപ്പോ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 സെൽ ഉണ്ട്. ഈച്ച് ഓഫ് വാല്യൂ 1.5 വോൾട്ടും 1 ഓമും ആണ്. അത് 2 റോ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ 2 റോയിലായിട്ടാണ് ഉള്ളത്. ഇവിടെയും 5 സെല്ല്, ഇവിടെയും 5 സെല്ല്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മനസ്സിലായില്ലേ? ടോട്ടൽ 10 സെല്ലാണ് ഉള്ളത്. ഇവിടെയും 5 സെല്ല്, ഇവിടെ 5 സെല്ല്. ഈ 5 സെല്ലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 5 സെല്ലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫക്റ്റീവ് എന്താ? പാരലൽ. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വലന്റ് EMF എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 5 ഇൻറ്റു 1.5 7.5. ഈ 7.5 7.5 പാരലൽ. ഇപ്പോൾ 7.5 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ഇന്റർ റെസിസ്റ്റൻസ് 5 ഓം ആണ്. അപ്പൊ 5 ഓം പാരലൽ. അപ്പൊ എത്രയും 2.5 ഓം. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അധികം വായിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആവാണ്ടെന്ന് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ അധികം ആലോചിച്ചിട്ട് എന്താ കൺഫ്യൂഷൻ ആക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മതി. ചുമ്മാ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാലാണ് എന്താ പറയണ്ടേ തെറ്റുക. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ, the algebraic sign of phi r drop is primarily dependent on. നമ്മളിപ്പം ഒരു സർക്യൂട്ട് നമ്മൾ എടുത്തു വിചാരിക്കാം അല്ലെ? അപ്പൊ ഇതില് സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ നമ്മള് ഡ്രോപ്പ് എടുക്കും അല്ലെ? ഇതിനെ ക്രോസ് അല്ലെങ്കിൽ റെസിസ്റ്റർ ക്രോസ് ആയ ഡ്രോപ്പ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ കറന്റിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലെ? നമ്മൾ എന്താ പറയണ്ടേ കറന്റ് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ. Which of the following statements are correct regarding the Kirchhoff law? Kirchhoff law is applicable to Kirchhoff current law is applicable to closed loop. Kirchhoff current law is applicable for junction nodes, correct? KVL is applicable for closed loop, correct? KVL is not applicable for, KVL is applicable for junction of nodes. 2 and 3 ആണ് correct. Option A. Okay, option A ആണ് ഇവിടെ correct ആയിട്ടുണ്ടാവുക.
In a complex circuit with 8 nodes, 12 branches, how many independent equation can be derived using the KCL? എത്ര ചെയ്യാൻ വേണ്ടി പറ്റും? എന്തായാലും ഇപ്പം n-1 അല്ലേ നമ്മൾ പറയാം, അല്ലെ? n-1 ആണ്, അത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ ഇവിടെ എത്ര നോഡുകൾ? 8 നോഡുകൾ. അപ്പൊ 8 - 1 7 ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഫോർ എ നെറ്റ്വർക്ക് വിത്ത് n number of nodes, for a network with n number of nodes, the number of independent KCL equation, okay, number of independent KCL equation should be is equal to n-1. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ KCL KVL ഒക്കെ വെച്ചിട്ട് നിങ്ങളത് എന്താ പറയുക, കൃത്യമായിട്ട് ഒരു സൊല്യൂഷനും കൂടി പഠിക്കുക. അതായത് എങ്ങനെ KCL വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഓക്കെ, എങ്ങനെ KVL വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർക്കുക. കാരണം വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ഈ IT ലെവൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ? ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും അവിടെ ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. Find the value of resistance in a circuit having a current of 2.5 ampere and a voltage applied is 230 volt. ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. 230/2.5, 230 into 10/25, എത്രോട്ടം പോകും? 230 എത്രോട്ടം പോകും? 25 into 8 എന്ന് പറയുമ്പോൾ 200 ആവുള്ളൂ. അപ്പൊ 9 പോകൂലേ? 9 പോകും. 9×5 45, ബാക്കി 4 225 വന്നു അല്ലെ? 225 ബാക്കി എത്ര ആയി? 50. അപ്പൊ 92 അല്ലേ വരാ? ഓക്കെ, 92 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, 92. Which one defines the change in resistance in ohm per degree centigrade? എന്താ? ടെമ്പറേച്ചർ കോഷ്യന്റ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 27. കാൽക്കുലേറ്റ് ദി ഹോട്ട് റെസിസ്റ്റൻസ് ഓഫ് 200 വാട്ട്സ് ബാർ 250 വോൾട്ട് റേറ്റഡ് ലാമ്പ്. നമുക്കറിയാം പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ ആണല്ലേ? പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ ഇതിൽ ആർ ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ പി ആണ്. അപ്പോ 250 into 250 ഡിവൈഡഡ് ബൈ 200. ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല. 25ന്റെ സ്ക്വയർ എത്ര? 625. 625/2 312.5 ഓം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. 25ന്റെ സ്ക്വയർ 625, 625/2, ബാക്കി 00 എല്ലാം കട്ടായിരിക്കും. 312.5 ആണ് കറക്റ്റ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്? ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? 0 ആണ്. റെസിസ്റ്റൻസോ? ഇൻഫിനിറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 29. The resistance of 250 volt 100 watts lamp, വി സ്ക്വയർ ബൈ പി. ഇതേപോലെ എന്താ പറയുക, ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് തറോ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലത് തറോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? 25ന്റെ സ്ക്വയർ 625, 0000 കട്ടായിട്ട്. ഇതിനൊക്കെ എങ്ങനെയാ? 25 250 250/100, 25 00 കട്ടായി 25ന്റെ സ്ക്വയർ 625. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 30. If short circuit is occurred in an electric circuit, then the value of resistance, നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഹൈ വാല്യൂ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു സമയത്ത് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. റെസിസ്റ്റൻസ് ഷുഡ് ബി 0. The current in a series circuit is, the current in a series circuit is, കറണ്ട് നമ്മളൊരു സീരീസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ എന്താ സർക്യൂട്ട് രണ്ട് രീതിയിലാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ?
സീരീസും പാരലലും. സീരീസിലാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് നമ്മളെ സീരീസ്, ഇത് പാരലൽ. സീരീസിലാകുമ്പോൾ നമുക്ക് എന്താ പറയാ, കറന്റ് ഷുഡ് ബി സെയിം ആണ്, വോൾട്ടേജ് എന്താ അഡിക്റ്റീവ് ആണെന്ന് പറയാം. ഇനി പാരലൽ ആണെന്നുണ്ടെങ്കിലോ, പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആണെന്നും കറന്റ് എന്താ അഡിക്റ്റീവ് ആണെന്നും പറയാം, അല്ലെ? അപ്പൊ വീഡിയോ ദ കറന്റിന്റെ സീരീസ് സർക്യൂട്ട് ഈസ് സെയിം ത്രൂ ഔട്ട് ദി സർക്യൂട്ട്. അടുത്തത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ. കണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പിന്നെ പാരലൽ സർക്യൂട്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. പാരലൽ സർക്യൂട്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. അതായത് ഒന്നുമില്ല, പാരലൽ സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇതാണ് പാരലൽ സർക്യൂട്ട്. അപ്പോ കറണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെ? വോൾട്ടേജ് റിമെയിൻസ് സെയിം. From the given statement, choose the correct one related to the which are related to the law of resistance. എന്താ ആൻസർ? The resistance is directly proportional to the length of the material. Resistance is inversely proportional to area. The resistance depends on the nature of material. Nature of material means R is nothing but rho into L by ആണ്. അതാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. Okay. 1, 2 and 3 are correct. Okay. The length of, if the length and area of a material is doubled, then the change in resistance of a material is R is nothing but rho into L by A ആണ്. R dash rho into length ഡബിൾ ചെയ്തു, ഏരിയയും ഡബിൾ ചെയ്തു, റിമെയിൻസ് സെയിം, അല്ലെ? കാരണം എന്താ, എല്ലാം കട്ടായി പോയില്ലേ, 2 കട്ടായി പോയി. അപ്പൊ ആർ ഡാഷ് ഈസ് നത്തിങ് ബട്ട് റോ ഇൻടു എൽ ബൈ എ. അപ്പൊ സെയിം തന്നെ. ഇതിലിപ്പോ ഏരിയ അല്ല വേറെ എന്തെങ്കിലും ആണ്, ഇപ്പൊ ഏരിയ റിമെയിൻസ് കോൺസ്റ്റന്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എന്താ നിങ്ങൾ ഇക്വേഷനിൽ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, ആ കുറെ ഇക്വേഷൻസ് വരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ഡയമീറ്റർ എന്താ പറയണ്ടേ, ലെങ്ത്തും കൂടി ഡയമീറ്ററും കൂടി അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചേഞ്ചസ് വരുത്തിയിട്ട് ഈ ഇക്വേഷൻസിന് എന്തൊക്കെ മാറ്റങ്ങൾ വരിക എന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. 36 നോക്ക്. 2 lamps, each are rating 100 watts, 200 watt, which are connected in series. Find the effective resistance of the circuit. 100 വാട്ട്സും 200 വോൾട്ടും. എത്ര? 100 വാട്ട്സും 200 വോൾട്ടും. അപ്പൊ സെയിം റെസിസ്റ്റൻസ് ആണ് ഉള്ളത്, അല്ലെ? ടോട്ടൽ എത്ര വരും? 400 വോൾട്ട് വരും, അല്ലെ? അപ്പൊ ആർ ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ, 400 ഓം വരും. അപ്പോ ടോട്ടൽ പവർ, സോറി എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്, അല്ല? നമ്മൾ നേരത്തെ നമുക്ക് മുന്നേ ഇതേപോലെ സെയിം ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലേ, എന്താ ഇഫക്റ്റ് പവർ ആണ് കൺസ്യൂം ചെയ്താണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇഫക്റ്റീവ് കണ്ട നമ്മൾ ആ ഒരു മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിലുള്ള പ്രശ്നം ഇതാണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുമ്പോൾ ആർ ഇക്വലന്റ് ഇസ് നത്തിങ് ബട്ട് R1 പ്ലസ് R2 ആണ്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? സീരീസ് ആണുള്ളത്. അപ്പൊ 400 പ്ലസ് 400 800. തെറ്റുകൾ ആർക്കും വരാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടില്ല, നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താ അങ്ങനെ തന്നെയാണെന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മൈൻഡ് എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് പോയി. ഇത് തന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കുകൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാണ്ട് ഒരു പ്രാവശ്യം പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാം, ഓപ്ഷൻ മുഴുവനായിട്ട് വായിക്കാം, എന്നിട്ട് ആൻസർ നോക്കാം. ഓക്കെ, 37 നോക്ക്. If 20 ohm 30 ohm resistors are connected in series across a 200 volt supply, find the voltage drop across 30 ohm resistor.
നമുക്ക് അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉണ്ട് അല്ലേ? അല്ലേ? ജസ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. 200 വോൾട്ടാണ് ഇവിടെ ഉള്ളത്. 20 ഓം ഉണ്ട്, 30 ഓം ഉണ്ട്. അപ്പൊ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 30 ഓം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? 200 × 30 / 20 + 30. അപ്പൊ 200 × 30/50. 4 × 3 120 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളും സ്വന്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോ കറണ്ട് ഡിവിഷൻ റൂൾ ആണെന്നുണ്ടെങ്കിലോ, ടോട്ടൽ കറന്റ് 10 ആംപിയർ, 2 ഓം 5 ഓം. നിങ്ങൾ കറണ്ട് ത്രൂ 2 ഓം എത്രയാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. കറന്റ് ഫ്ലോയിങ് ത്രൂ 2 ഓം. ഇനി അടുത്ത 38 നോക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? A nichrome wire 10 centimeter length, 2 mm diameter has a 2 ohm resistance. What is the resistance if 30 centimeter of the same wire is used, assuming the temperature to be constant? What is the resistance? ഓക്കെ, ഇത് വാട്സിൽ തന്നുകൊണ്ട്, വാട്സ് അല്ല കേട്ടോ, ഓം ആണ്. ഓക്കെ, നമുക്കറിയാം ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ആണെന്ന് അറിയാം അല്ലെ? അപ്പോ 10 സെന്റിമീറ്റർ ലെങ്ത് ആണ്, അത് 30 സെന്റിമീറ്റർ ആകുമ്പോൾ 2 ഓം എന്തായി 6 ഓമിലേക്ക് മാറില്ലേ? അല്ലെ നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? സെയിം വയർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 12 വോൾട്ട് സോഴ്സ് വിത്ത് an internal resistance of 1 ohm is connected across a load of 5 ohm. 1 ohm ഉണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. 12 വോൾട്ട് ഇന്റർ റെസിസ്റ്റൻസ് 1 ohm, 5 ohm നമുക്ക് തന്നിട്ടുണ്ട്. കറന്റ് ത്രൂ ദി ലോഡ് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐ ഇസ് നത്തിങ് ബട്ട് 12/1 + 5, 12/6, 2 ആംപിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Which of the following statements are correct regarding series and parallel connection of resistance? നമുക്കറിയാം, നമുക്കിപ്പോ കുറച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിനെ ഉള്ളതിനെക്കാട്ടിയും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R1, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R2, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R3 ആയിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് പാരലൽ ആയിട്ടാണെന്നുണ്ടെങ്കിലോ, ഇത് R1, R2, R3 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഷുഡ് ബി R1, it should be less than R1, it should be less than R2, and it should be less than R3 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം? നിങ്ങൾ താഴ്ന്ന കമന്റ് ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 40 ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ആൻസർ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അതിൽ കുറച്ച് എന്താണ് കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ഇവരെങ്കിലും നോക്കുക. കൺസെപ്റ്റ് തന്നെയാണ്. In an electric circuit at constant temperature, the relationship between current, voltage, and resistance is given by Ohm's law. N number of resistance, each of value are connected in parallel. When these resistance are connected in series, the equivalent resistance is increased by. എന്താണതൊന്നുമില്ല. ടോട്ടൽ n നമ്പേഴ്സ് ഉണ്ട്, ഒന്നിന്റെ വാല്യൂ 6 ആണ്. അപ്പൊ ഏറ്റവും അധികം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R/n. ഇനിയിപ്പം സീരീസ് ആയിട്ടാണെന്നുണ്ടെങ്കിലോ NR ആണ് വരുന്നുണ്ടാവുക അല്ലെ? അപ്പം ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, അപ്പൊ R/n എന്ന് NR ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? R/n എന്ന് NR ആവണമെന്നുണ്ടെങ്കിൽ n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ n² ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
A wire by resistance of R ohm is stretched such that its length becomes double and keeping the volume same. Then the new resistance will be. ഇതിൽ കോൺസ്റ്റന്റ് വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 2L ഏരിയ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 4R ആവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Which of the following properties does not hold good for a series circuit? വോൾട്ടേജ് അഡിറ്റീവ് ആണ്, പവർ അഡിറ്റീവ് ആണ്, കറണ്ട് എന്താ സെയിം ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 10 ohm connected in series with a combination of 60 ohm and 30 ohm are in parallel. ഇത് 60 30 പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് 10 വെച്ചിട്ടുണ്ട്. ഒരു വോൾട്ടേജ് വെച്ചിട്ടുണ്ട്. എത്രയാ പറഞ്ഞേക്കുന്നത്? 220 വോൾട്ട്. അപ്പൊ കറണ്ട് ഐ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 60 30 പാരലൽ. അപ്പൊ ആർ ഇക്വലന്റ് എന്ന് പറയുന്നത് 10 സീരീസ് ആയിട്ടുണ്ട്. എന്റെ കൂടെ 60 30 പാരലൽ ആയിട്ടുള്ളതിന് ആണ് 10 സീരീസ് ആയിട്ടുള്ളത്. 10 പ്ലസ് 60 ഇൻറ്റു 30/60 പ്ലസ് 30. 10 പ്ലസ് 150/90. അപ്പൊ 20 പ്ലസ് 10 30 ഓം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐ എന്ന് പറയുന്നത് 220/30 22/3. അപ്പൊ 7 സംതിങ് അല്ലെ? 3721. അപ്പൊ 7.33 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 7.33. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ലാംപ്സ് ഹാവ് ദി ലോവസ്റ്റ് റെസിസ്റ്റൻസ്? നമ്മൾക്കറിയാം ആർ ഈസ് നത്തിങ് ബട്ട് V²/P ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പി കൂടിക്കഴിഞ്ഞാൽ ആറ് കുറയും. അപ്പൊ ലോവസ്റ്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ ഹയസ്റ്റ് വാട്ട്സ് ഉള്ളതാണ്. 200 വാട്ട്സ് ആണ് ഹയസ്റ്റ് ഉള്ളത്. അതാ. അപ്പോ 46 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 220 വോൾട്ട് 220 വോൾട്ട് 200 വാട്ട്സ്. ഓക്കെ. Resistance of a wire is directly proportional to its length and inversely proportional to its area. അല്ല? ഓക്കെ. 48. The resistance of copper wire to the flow of current through the resistance of the copper wire to the flow of current through it. R is nothing but rho into L by A ആണ് അല്ലെ? അപ്പോ R is equal to V by I ആണ്. അപ്പോ wire to the flow of current through it. അതിലിപ്പോ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക അല്ലെ? ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാൻ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അല്ല, ഓപ്ഷൻ ബി അല്ലേ വരും? അല്ലെങ്കിൽ അവിടെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. വിച്ച് ഓഫ് ദി ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിംസ് ആണ്, സെയിം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഹൈ വാട്ട്സ് ഉള്ളതിനാണ് ലോ റെസിസ്റ്റൻസ് ഉണ്ടാവുക, ലോ വാട്ട്സ് ഉള്ളതിനാണ് ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാവുക. അപ്പോൾ ലോ വാട്ട്സ് 25 വാട്ട്സ് ആണ് അല്ലെ? ഓക്കെ. ഓംസ് ലോ വി ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ. വി ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ. ആർ ഈസ് നത്തിങ് ബട്ട് വി ബൈ ഐ. ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ ആർ അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വേഗം പറഞ്ഞു പോവാം. വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? ലെങ്ത് എന്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദി കണ്ടക്ടർ ഇഫ് ഇറ്റ്സ് ഡയമീറ്റർ ഇസ് ഡബിൾഡ്? നമുക്കറിയാം ആർ ഈസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. നമുക്കറിയാം എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ആണ്. അപ്പം പുതിയ എ ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ ഡബിൾ ചെയ്തു, അപ്പൊ 2D സ്ക്വയർ ആയി.
അപ്രോക്സിമേറ്റ്ലി 4d² എന്ന രീതിയിൽ പറയാം അല്ലെ. അപ്പോ ആർ എന്തായി, ഡിക്രീസസ് ടു 4 ടൈംസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ആറ് ഡിക്രീസസ് ടു 4 ടൈംസ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. The resistance of a varies R. If its length is doubled, diameter is halved, then the new resistance will be. എന്താ പറഞ്ഞേക്കുന്നത് നോക്ക്. റെസിസ്റ്റൻസ് ആർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർ ഇസ് എൽ ബൈ എ എന്ന് പറയും, അല്ലെങ്കിൽ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ d² എന്ന് പറയും അല്ലെ. അപ്പോ ലെങ്ത് എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു. ഡയമീറ്റർ എന്ത് ചെയ്തു, ഹാഫ് ചെയ്തു. d/2 എന്ന രീതിയിൽ വന്നു അല്ലെ. അപ്പൊ d²/4 അത് നേരെ മുകളിലേക്ക് വരുമ്പോ 8 ടൈംസ് വരും അല്ലെ. അപ്പൊ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രൊപ്പോർഷണൽ ടു 8 ആണ്. ഓപ്ഷൻ സി അല്ലേ വരിക. ഓക്കെ, ഇത് d²/4 വന്നു. അത് നേരെ മുകളിലേക്ക് വരും. 4 നേരെ മുകളിലേക്ക് 4 × 2 8. വിച്ച് വൺ ഓഫ് ദി ഹാർംഫുൾ ഗ്യാസ് എവല്യൂട്ട്സ് അറ്റ് ദ ടൈം ഓഫ് ചാർജിങ് ലെഡ് ആസിഡ് ബാറ്ററി? ഏതാ, ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ദ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഓഫ് ലെഡ് ആസിഡ് സെൽ ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. അതേപോലെ ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ്. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബക്ലിംഗ് അല്ലെ. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ ബക്ലിംഗ്. വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെ. ഓപ്ഷൻ ബി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് ബക്ലിംഗ് ഡിഫക്ട് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ്. അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തും. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഓഫ് ബക്ലിംഗ് എഫക്ട് ഇൻ സെൽസ്. ഓവർ ചാർജിങ് ശരിയല്ലേ. ഓവർ ചാർജിങ് ശരിയാണ്. കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ് ശരിയാണ്. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറന്റ് ബ്ലേഡ്സ് എന്ന് പറയാനല്ലോ. അപ്പൊ ഓപ്ഷൻ എ 1 and 2 ആണ് കറക്റ്റ്. കണ്ടില്ലേ, നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മൊഡ്യൂൾ വൈസിന്റെ എക്സ്പീരിയൻസ് എന്താ പറയുക അഡ്വാൻറ്റേജ്. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് എ ഫുള്ളി ചാർജ്ഡ് സെല്ല്. ഫുള്ളി ചാർജ്ഡ് സെല്ലാണെന്നുണ്ടെങ്കിൽ ഗ്യാസിങ് അറ്റ് ബോത്ത് ദി പ്ലേറ്റ്സ് ഓഫ് ദി സെല്ല്, വോൾട്ടേജ് റേസ് ഓഫ് ദി സെല്ല്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഡിക്രീസ് ആണല്ല. അപ്പോ ബോത്ത് 1 and 2 ആണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഇലക്ട്രോകെമിക്കൽ സെല്ല്? ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ കേസിൽ പറയുമ്പോൾ വെറ്റ് ടൈപ്പ് സെൽസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ബോത്ത് അപ്രൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ. ഇല്ല, പറ്റില്ലല്ലോ. ഹൊറിസോണ്ടൽ പറ്റില്ലല്ലോ. ഈ ഒരു പൊസിഷനിൽ മാത്രമല്ലേ വെക്കുള്ളൂ. വോൾട്ടേജ് സെൽ ഇസ് എൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെല്ല്. ലാഡ് ആസിഡ് ബാറ്ററി ഇസ് എൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി സെല്ല്. ബോത്ത് 2 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. മാച്ച് ദി ഫോളോയിങ് ഇലക്ട്രോകെമിക്കൽ സെൽസ് വിത്ത് ദിയർ ഇലക്ട്രോലൈറ്റ്. കാർബൺ 6 സെല്ലിന്റെ എന്താ, അമോണിയം ക്ലോറൈഡ്. മെർക്കുറി സെല്ലിന്റെ ഏതാ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ സൾഫ്യൂരിക് ആസിഡ് അല്ലെ. അപ്പോ 1 1 2 3 3 2. ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി മെയിൻ്റെനൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി? കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്താ, ഡു നോട്ട് ഓവർചാർജ് ഡിസ്ചാർജ് ദ ബാറ്ററി അറ്റ് ഹയർ റേറ്റ്സ് ആസ് ഇറ്റ് മൈറ്റ് കോസ് ബക്ലിംഗ്. ശരിയാണ്. ഷുഡ് ബി കെപ്റ്റ് ബിലോ ദ പ്ലേറ്റ് ലെവൽ. ബിലോ ദ പ്ലേറ്റ് ലെവൽ അല്ല വെക്കേണ്ടത് ആണോ? അല്ല. അപ്പോൾ ഓൺലി 1 ആണ് കറക്റ്റ്. 63. ദ റേറ്റ് ഓഫ് വോൾട്ടേജ് ഓഫ് എ സ്റ്റാൻഡേർഡ് ലെഡ് ആസിഡ് സെല്ല്. ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് എത്ര വരിക? 2 volts അല്ലേ. ഓപ്ഷൻ സി. വെൻ ദ വെന്റ് പ്ലഗ് ഈസ് കെപ്റ്റ് ഓപ്പൺ ഡ്യൂറിംഗ് ദി ചാർജ് ഓഫിംഗ് ഓഫ് എ ബാറ്ററി. ടു എസ്കേപ്പ് ദി ഗ്യാസ് ഫ്രീലി അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സെഡിമെന്റേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കേഴ്സ് ഡ്യൂ ടു. ചെറിയ അറിയാറുണ്ട്. ഓക്കെ, എന്താണ് സെഡിമെന്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. സെഡിമെന്റേഷനും ബക്ലിംഗ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ്. ഓവർ ചാർജിങ് ലെഡ് ആസിഡ് സെൽ മേ റിസൾട്ട് ഇൻ ഗ്യാസിംഗ് ആൻഡ് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. സൾഫേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് കോസ്ഡ് ബൈ.
ലോങ് ടേം പാർഷ്യൽ ഡിസ്ചാർജ് വിത്തൗട്ട് ചാർജിങ്. വിച്ച് മെയിൻ്റനൻസ് പ്രാക്ടീസ് ഹെൽപ്സ് ടു റെഡ്യൂസ് സെഡിമെന്റേഷൻ ഇൻ ലെഡ് ആസിഡ്സ് അല്ലേ? കണ്ടില്ല, നമ്മൾ ഒരേ ടോപ്പിക്കിൽ തന്നെ നമ്മൾ എന്ത് കൃത്യമായിട്ട് അതേ ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ സെഡിമെന്റേഷനും ബക്ലിങ്ങിന്റെ എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പീരിയോഡിക് ഈക്വലൈസിംഗ് ചാർജ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ? ഓക്കെ. വാട്ട്സ് ദ ടെമ്പറേച്ചർ കോഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താ ഒരു ആൻസർ? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മളിപ്പം കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ആണെന്ന് പറയാം അല്ലെ? അതേപോലെ ഇൻസുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലോ, സെമി ഇൻസുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ആണെന്ന് പറയാം അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താ പറയാ? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നല്ല രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മെറ്റൽസിന്റെ കേസിൽ നമുക്ക് എന്താ പറയാം? റെസിസ്റ്റൻസ് ജനറൽ ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇതേപോലെ എന്താ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ ഇൻസുലേറ്റേഴ്സിന്റെ കേസിലോ നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. In the case of electrolyte, rise in temperature causes റൈസ് ഇൻ ടെമ്പറേച്ചർ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ആണ്. അപ്പോൾ ഡിക്രീസസ് ദി റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്ടർ. ഇതില് കോപ്പർ ആണ് കണ്ടക്ടർ ആയിട്ടുള്ളത് അല്ലെ? ബാക്കി സിലിക്കൺ, കാർബൺ, ജർമ്മനി ഒക്കെ വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്നില്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. 72 നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന്റെ കേസിൽ അല്ലേ, മെറ്റൽസിന്റെ കേസിൽ പോസിറ്റീവ് ആണ്. പിന്നെ എന്താ പറഞ്ഞ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന്റെ കേസിൽ നെഗറ്റീവ് 12, അലോയ്സിന്റെ കേസിലും 12. അപ്പോൾ ഓൾ ഓഫ് ദി ബോത്ത് 1, 2 and 3 ആണ് കറക്റ്റ്. 73. The temperature question of a conductor is defined as increasing with അല്ല, ടെമ്പറേച്ചർ ക്വസ്റ്റൻ എന്താ ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, ഇൻക്രീസിങ് വിത്ത് റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവും. പെട്ടെന്നാണ് റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്. വിച്ച് മെറ്റീരിയൽ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ഓഫ് റെസിസ്റ്റൻസ്? നെഗറ്റീവ് ടെമ്പറേച്ചർ ക്വസ്റ്റൻ ആർക്കാണ് ഇതില്? മൈക്കല്ലേ? ഓക്കെ. 75 വീണ്ടും ഏതിനാ? കാർബൺ, കോപ്പർ, മഗ്നാനിയം, യുറേക്ക. ഒബ്വിയസ്ലി കാർബൺ. 76. If the resistance of a wire doubles when its temperature is increases by 200 degrees Celsius, the temperature question of the resistance. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ താഴെ ചെയ്യാം. ഓക്കെ. വാട്ട് ഇസ് ദി EMF ഓഫ് ലെഗ്രാഞ്ച് സെൽ? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ. വാട്ട് ഇസ് ദി മെത്തേഡ് ഓഫ് ചാർജിങ് ബാറ്ററി കോൾഡ് വെൻ ദ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റിൽ? ഓക്കെ. വെരി ലോ റേറ്റിലുള്ള ഏതാണെന്ന് എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ലിഥിയം സെൽ? ഹോംവർക്ക്. വിച്ച് സെൽ ഈസ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? ഹോംവർക്ക്. ഇതൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. ഓക്കെ. ഫ്രം ദി ഗിവൺ സെൽസ് ഐഡന്റിഫൈ ദ സെൽസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഹോംവർക്ക്. ഇതിനൊക്കെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി പോയിന്റ്സ് എ ആൻഡ് ബി ഇഫ് ദി ഇന്റർ റെസിസ്റ്റൻസ് ഓഫ് ദി ഇന്റർ റെസിസ്റ്റൻസ് ആർ സെയിം ഫോർ ദി സെൽസ്. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം.
ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതില് ചെറിയ സർക്യൂട്ട് മിസ്സിംഗ് കേട്ടോ, അവിടെ കേട്ടോ. ബാറ്ററി കപ്പാസിറ്റി ഡിപ്പെൻസ് ഓൺ ഹോംവർക്ക്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററി യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഹോംവർക്ക്. ഇതിന്റെയൊക്കെ ആൻസർ കിട്ടാതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ബാറ്ററി ചാർജിങ്. ഹോംവർക്ക്. വിച്ച് ടൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് എസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഡ്രൈ സെൽ. ഹോംവർക്ക്. വാട്ട്സ് ദ നെയിം ഫോർ ഡിഫക്ട് ഓഫ് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഇൻ എ സെക്കൻഡറി സെൽ. ഹോംവർക്ക്. ഇതേ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ലോഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പിന്നെ ഡ്രൈ സെൽ, ദ ഫംഗ്ഷൻ ഓഫ് മാഗ്നീസ് ഡൈ ഓക്സൈഡ്. ഹോംവർക്ക്. ഇതിന്റെ ഏതെങ്കിലും ആൻസർ കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ചെയ്യാം. ഇനിയിപ്പോ വീണ്ടും മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മളവിടെ 75 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോ ഇതിലിപ്പോ 89 ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 70 to 80 ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് 2 വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ എൻഗേജ്മെന്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾ അവിടെ താഴെ ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.